തീർച്ചയായിട്ടും നന്മ. ആശ്രയമില്ലാത്തവരെല്ലാം ഇതുപോലെ കഴിയുന്നവർ മുന്നോട്ട് കൊണ്ടുവരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ശ്രീ പത്മനാഭസ്വാമി ശരണം, തൃപാദമേ ഗതി. പത്മനാഭസ്വാമിയുടെ തിരുനടയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്തുന്ന എല്ലാ ദമ്പതിമാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ പല ഊരുകളിൽ നിന്നുള്ള, കേരളത്തിൽ തന്നെ, കേരളത്തിന് പുറത്തും ഉള്ള പല ഊരുകളിൽ നിന്നുള്ള ആദിവാസി സമൂഹത്തിലുള്ള വിവാഹപ്രായത്തിലുള്ള യുവാക്കളും യുവതികളുമാണ് എത്തിയത്. വളരെയധികം സന്തോഷത്തിലായിരുന്നു അവർ എല്ലാവരും. പത്മനാഭൻ്റെ മണ്ണിൽ വന്ന് പത്മനാഭനെ കണ്ട് ഇവിടെ വെച്ച് മംഗല്യവതികളാകുന്ന സന്തോഷം എല്ലാ പെൺകുട്ടികളുടെയും മുഖത്ത് ഉണ്ടായിരുന്നു. ആദിവാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്രയധികം കുട്ടികൾക്ക് ഒരുമിച്ചൊരു സമൂഹ വിവാഹത്തിലൂടെ അവർ മംഗല്യവതികളാകുന്നത് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നടയിലാണ് കർമാനോസ് ഇപ്പോൾ ഉള്ളത്. വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് മുന്നോടിയായി ഇവിടെ ഇന്നൊരു ചടങ്ങുണ്ട്, ഒരു ചെറിയ ചടങ്ങുണ്ട്. അതായത് 108 ജോഡികൾ വിവാഹിതരാവുകയാണ്. ആദിവാസി കുടുംബങ്ങളിൽ നിന്നുള്ള 108 യുവാക്കളും 108 യുവതികളും വിവാഹിതരാവുകയാണ് നാളെ പൗർണമിക്കാവിൽ വെച്ച്. അതിന് മുന്നോടിയായി അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ വെച്ച് ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി അവരെ സ്വീകരിക്കുകയാണ്. അതിനോടൊപ്പം ലക്ഷ്മിഭായ് തമ്പുരാട്ടി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ശുഭകരമായ ഒരു മാംഗല്യത്തിന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുള്ള ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലേക്കാണ് കർമാന്യൂസ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ധനലക്ഷ്മി ബാങ്കും പൗർണമിക്കാവ് ക്ഷേത്ര ട്രസ്റ്റും കൂടി നാളെ മനോഹരമായ, മനോജ്ഞമായ, മനോമോഹനമായ ആദിവാസി വിവാഹം നടക്കുകയാണ്. അവരുടെ നിശ്ചയം അട്ടപ്പാടി, അകളി, കുമളി, സത്യമംഗലം മേഖലകളിൽ നടന്നപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ തിരുവനന്തപുരം കണ്ടിട്ടില്ല എന്നായിരുന്നു ഇവരുടെയൊക്കെ ഗോത്ര മൂപ്പൻ്റെയും ഗോത്ര ആചാരപ്രകാരം ഹോമകർമ്മങ്ങൾ നടത്തുന്ന അവരുടെ ആചാര്യന്മാരുടെയും അഭിപ്രായം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ആരാധ്യയായ കവടിയാർ കൊട്ടാരത്തിലെ അശ്വതിരുന്നാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ഉപഹാരങ്ങളും നൽകിയായിരിക്കും നാരായണൻ്റെ സന്നിധിയിൽ നിന്ന്, മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിൽ നിന്ന്, ശ്രീപത്മനാഭൻ്റെ പാദങ്ങളിൽ നിന്ന് ദേവിയെ തൊഴാനായി അവിടെ എത്തുന്നതെന്ന്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് കമ്പനിയുടെ MD-യും ചെയർമാനുമാണ് ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട്. തമ്പുരാട്ടി ഇന്ന് സമയമുണ്ടാക്കി ഇവിടെ എത്തിച്ചേർന്നതാണ്. ഇന്ന് 3 പരിപാടികളുണ്ട്. 4:30 മണിക്ക് ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കണമെന്ന നമ്മുടെ അപേക്ഷ കേട്ടപ്പോൾ തീർച്ചയായും അവിടെ കൃത്യം 4:30 മണിക്ക് തന്നെ എത്തിച്ചേരും എന്ന് അറിയിക്കുകയും ഇന്നലെ അട്ടപ്പാടി, അകളി മേഖലകളിൽ നിന്ന് യാത്ര തിരിച്ച 316 ദമ്പതികൾ അല്പം മുമ്പ് അവിടെ എത്തിച്ചേരുകയും അവർ നടന്ന് ഇവിടേക്ക് എത്തി തമ്പുരാട്ടിയെ ദർശിക്കുകയുമാണ്. ഈ ചടങ്ങിന് ഒരു അനുഗ്രഹം പകരാൻ നാളെ പൗർണമിക്കാവിലേക്ക് തമ്പുരാട്ടിയെ ക്ഷണിച്ചപ്പോൾ നാളെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ചടങ്ങുണ്ട്. അതിൽ അത്യാവശ്യമായും സംബന്ധിക്കേണ്ടതുകൊണ്ട് ഇന്ന് വൈകിട്ട് സൂര്യൻ്റെ ദിവസമാണ്. ഈ സൂര്യപ്രഭയിൽ തമ്പുരാട്ടിയുടെ സാന്നിധ്യം മഹാലക്ഷ്മിയുടെ സാന്നിധ്യം പോലെ കണ്ട് അവരെ അനുഗ്രഹിച്ച ഉപഹാരങ്ങൾ നൽകി അവരെ അവിടേക്ക് യാത്രയാക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുകയാണ്. തമ്പുരാട്ടിക്ക് പുഷ്പ സമർപ്പണം വിപിൻ ദാസ് നടത്തും. ഈ ചടങ്ങിന് തമ്പുരാട്ടി ഒരു അനുഗ്രഹം പകരണമെന്ന് പത്മശ്രീയുടെ നിറവിൽ നിൽക്കുന്ന തമ്പുരാട്ടിയോട് വിനയപുരസരം അപേക്ഷിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ശരണം, തൃപാദമേ ഗതി. പത്മനാഭസ്വാമിയുടെ തിരുനടയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്തുന്ന എല്ലാ ദമ്പതിമാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സന്തോഷമായിട്ടുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കട്ടെ. അതിനെക്കാട്ടിലും ഉപരി, സന്തോഷത്തിനെക്കാട്ടിലും ഉപരിയാണ് സമാധാനം. അപ്പോൾ സമാധാനം ഉള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സുനിൽജിയും ധനലക്ഷ്മി ബാങ്കിലെ അവരെല്ലാവരും ചേർന്ന്, എനിക്കെല്ലാവരും കറക്റ്റ് പേര് പറയാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയാതിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം ഇതിനു വേണ്ടി ഉത്സാഹിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്. ഈ ഗോത്രവർഗ്ഗക്കാർ പലരും തിരുവനന്തപുരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരിവിടെ വന്ന് ഇങ്ങനൊരു മംഗളകർമ്മത്തിന് ആദ്യമായിട്ട് വരികയും പൊന്നു പെരുമാളിൻ്റെ ദർശനം
കിട്ടുകയും ഒക്കെ ചെയ്യുന്ന മഹാഭാഗ്യം തന്നെയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. പൗർണമിക്കാവിൻ്റെ ഈ ഒരു സംരംഭം, ധനലക്ഷ്മി ബാങ്കുമായി ചേർന്നിട്ടുള്ള ഈ ഒരു സംരംഭത്തെ അവിടുന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാം. ശരിക്കും ഇവരെ ഒപ്പം നിർത്തുക എന്നുള്ള ഒരു ആശയമാണ് ഇതിലൂടെ പൗർണമിക്കാവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്യുന്നത്. അമ്മ എങ്ങനെ ഇതിനെ കാണും? അല്ല, നല്ല കാര്യം തന്നെ, വളരെ നല്ല കാര്യം തന്നെ. അവർക്കൊരു നല്ല രീതിയിലൊരു വിവാഹമൊക്കെ ഇവിടെ വന്ന് ഭഗവാനെ തൊഴാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ അവർക്ക് നല്ല രീതിയിലൊരു ജീവിതത്തിലേക്ക് ചിലപ്പോൾ തന്നെ വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ല. അപ്പോൾ അവർ ചെയ്യുന്ന വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അവിടെ പോയി തൊഴാനും ഈശ്വര ഒരു അനുഗ്രഹത്തോടുകൂടി എല്ലാം വരാൻ. പിന്നെ അവരുടെ ഗോത്ര വിവാഹം കഴിഞ്ഞു. അത് അത്യാവശ്യമാണ്. വേറെ എന്ത് ചെയ്താലും അതാണ് അത്യാവശ്യം. ഗോത്ര വിവാഹം നടക്കണം. അതായിട്ട് സുനിൽജിയും എല്ലാവരും ചെയ്യുന്ന, ധനലക്ഷ്മി ബാങ്കും എല്ലാവരും ഒക്കെ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്മ നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അത് എനിക്കറിയില്ല. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാം. നന്മ നിറഞ്ഞ ലോകമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നന്മ നിറഞ്ഞ ലോകം ആവണം. പക്ഷെ ആണോ എന്നുള്ളത് ഓരോരുത്തർ തന്നെ ചോദിച്ച് നിശ്ചയിച്ചുകൊള്ളുക. അങ്ങനെ വേണം. തീർച്ചയായിട്ടും നന്മ. ആശ്രയമില്ലാത്തവരെല്ലാം ഇതുപോലെ കഴിയുന്നവർ മുന്നോട്ട് കൊണ്ടുവരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ പല ഊരുകളിൽ നിന്നുള്ള, കേരളത്തിൽ തന്നെ കേരളത്തിന് പുറത്തും ഉള്ള പല ഊരുകളിൽ നിന്നുള്ള ആദിവാസി സമൂഹത്തിലുള്ള വിവാഹപ്രായത്തിലുള്ള യുവാക്കളും യുവതികളുമാണ് എത്തിയത്. വളരെയധികം സന്തോഷത്തിലായിരുന്നു അവർ എല്ലാവരും. പത്മനാഭൻ്റെ മണ്ണിൽ വന്ന് പത്മനാഭനെ കണ്ട് ഇവിടെ വെച്ച് മംഗല്യവതികളാകുന്ന സന്തോഷം എല്ലാ പെൺകുട്ടികളുടെയും മുഖത്ത് ഉണ്ടായിരുന്നു. ആദിവാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്രയധികം കുട്ടികൾക്ക് ഒരുമിച്ചൊരു സമൂഹ വിവാഹത്തിലൂടെ അവർ മംഗല്യവതികളാകുന്നത് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭത്തിന്, പത്മനാഭൻ്റെ മണ്ണിൽ നടക്കുന്ന ഈ ഒരു സംരംഭത്തിന് എല്ലാവരും ആശംസകൾ നേരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെയാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങുകൾ. ഇപ്പോൾ ഇവർക്ക് അനുഗ്രഹം ലഭിക്കുകയാണ് ചെയ്തത്. കവടിയാർ കൊട്ടാരത്തിലെ ഗൗരി ലക്ഷ്മി ഭായി ഈ ദമ്പതികളാകാൻ പോകുന്നവരെ നേരിട്ട് കാണുകയും അവർക്ക് അനുഗ്രഹം നൽകുകയും ആശംസകൾ നൽകുകയും ഒക്കെയാണ് ചെയ്തത്. ശരിക്കും ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഷൈജുവിൻ്റെ ഒരു നാണം ഉണ്ടല്ലേ? ഷൈജുവിൻ്റെ പെൺകുട്ടി ഏതാണ് ഇതിൽ? വരൂ, എന്താ പേര് പറയും? നീതു. എന്താ തോന്നുന്നു നിങ്ങൾക്കിപ്പോ? നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. തിരുവനന്തപുരത്ത് വന്ന് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. പോയില്ല, പോണം. ഇവിടെ വെയിൽ കാരണം അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. ഷൈജു എന്താ ചെയ്യുന്നത്? ഞാൻ തെങ്ങ് ജോലി ഇല്ല, വീട്ടിലാണ്, ഹൗസ് വൈഫ്. ഇങ്ങനൊരു അവസരം പെട്ടെന്ന് വന്നപ്പോ എന്താണ് മനസ്സിൽ തോന്നിയത്? എന്താ തോന്നുന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തൊരു കാര്യം. അച്ഛനും അമ്മയൊക്കെ എങ്ങനെ, എന്ത് പറയണം? അവരെല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാ സന്തോഷം. അപ്പോൾ നിറയെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ തമ്പുരാട്ടി പറഞ്ഞതുപോലെ സമാധാനത്തോടു കൂടി ഒരു ജീവിതം രണ്ടാൾക്കും നയിക്കാൻ സാധിക്കട്ടെ.